പുതിയ നിയമങ്ങളിൽ ഈ കന്ന കാലത്ത് പെട്ടെന്നല്ല ഒരു വിത്ത് ഭൂമിയുടെ ഉള്ളിൽ വീണ് അത് മുള പൊട്ടി അത് വളർന്ന് അതൊരു സസ്യമാകുന്ന പോലെ തന്നെ നന്മയുമുണ്ട് തിന്മയുമുണ്ട്. തിന്മയുടെ കള വിതച്ചാൽ അങ്ങനെയായിരിക്കും അത് ലഭിക്കുന്നത്. പഴയ നിയമങ്ങൾ പെട്ടെന്ന് വീണ് ചാവുമോ അല്ലെ പെട്ടെന്ന് ദൈവകോപം വന്ന്, നമുക്കറിയാം അവർ മറുതലിക്കുമ്പോൾ സർപ്പം വന്ന് അവരെ കടിക്കുന്നു, അതുപോലെ ഭയങ്കരമായി ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങുന്നു. പക്ഷെ എന്താണ് ദൈവം ഈ പുതിയ നിയമത്തിൽ? പുത്രന്റെ രക്തത്തിലൂടെ നമ്മളെ കാണുകയാണ്, കരുണയുടെ കണ്ണിലൂടെ നമ്മളെ കാണുകയാണ്, കൃപയുടെ കണ്ണിലൂടെ നമ്മളെ കാണുന്നത് കൊണ്ട് ദൈവം ക്ഷമിക്കുകയാണ് പുത്രനിലൂടെ. യേശുവിന്റെ ശുശ്രൂഷ നമുക്കറിയാമല്ലോ, മധ്യസ്ഥ പ്രാർത്ഥന. ദൈവത്തിന്റെ ശുശ്രൂഷ എന്താണ്? യേശുവിന്റെ ശുശ്രൂഷ. യേശുവിന്റെ ശുശ്രൂഷ മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലഭാഗം ഇരിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷം പിടിക്കുന്നു. എന്താണ് പക്ഷം പിടിച്ചത്? ദൈവമേ ക്ഷമിക്കണേ, അവർ അറിവില്ലായ്മ ഉണ്ടാകും. നമുക്ക് വേണ്ടി ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനായി നിൽക്കുകയാണ് കർത്താവ്. മോശെ അന്ന് മധ്യസ്ഥ അണച്ച പോലെ ഇസ്രായേൽ മക്കൾക്കും ദൈവത്തിനും ഇടയിൽ നമുക്കൊരു മധ്യസ്ഥനേ ഉള്ളൂ പുതിയ നിയമം. അത് യേശു കർത്താവാണ്. പൗലോസ് പറഞ്ഞുകൊണ്ട് മരിച്ചുയർത്തെഴുന്നേറ്റനായ ദൈവപുത്രനായ മനുഷ്യപുത്രനായ യേശു കർത്താവ്. അപ്പൊ ഈ ഭയം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ട് തെറ്റിയതിന് കുഴപ്പമില്ല. ഈ ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ദൈവദാസന്മാരെ കുറ്റം പറയുന്നതും എന്തിനും. പണ്ട് ഒരു കർത്താവിന്റെ അഭിഷിക്തനാണ് അല്ലെ ഒരു കർത്താവിന്റെ ദാസനെതിരെ ഒരു വാക്ക് പറയല്ല, അല്ലെങ്കിൽ ദൈവത്തിനെതിരെ സംസാരിക്കരുത്. ഇന്ന് ഭയം നഷ്ടപ്പെട്ടു. കാരണം അവർക്കത് ചെയ്യുമ്പോൾ ശിക്ഷകളില്ല ഉടനെ. പക്ഷെ അതിൻ്റെ എല്ലാം ഗൗരവപരമായ ശിക്ഷകൾ തലമുറകളിലേക്ക്. അകൃത്യം, പിതാക്കന്മാരുടെ അകൃത്യം അല്ലേ, തലമുറ വരെയാണ്. ചിന്തിച്ച് നോക്കിയേ. അതുപോലെ തന്നെ ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ് ആ തലമുറകളെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാം, ആരെയും വ്യക്തിഹത്യകള് തകർത്തുകളെ കൊല്ലുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ചെയ്യുന്നതിന്റെ പിൻപിൽ ദൈവഭയമില്ലാത്തത് കൊണ്ടാണ്. അതിന്റെ പിൻപിൽ സാത്താന്റെ കരങ്ങളുണ്ട്, തിന്മയുടെ കരങ്ങളുണ്ട്, ദൈവഭയമില്ലായ്മയുണ്ട്. അതുകൊണ്ടാണ് വെട്ടും കുത്തും കൊലപാതകങ്ങളൊക്കെ നടക്കുന്നത്. ഒരുപക്ഷെ പുറത്ത് വെട്ടും കുത്തും കൊലപാതകം നടക്കുന്ന സഭയ്ക്കുള്ളിൽ തന്നെ അതിക്രമങ്ങൾ നടക്കുന്നു, തെറ്റുകൾ പെരുകുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ദൈവഭയം. അതിനാണ് വേദപുസ്തകം നല്ലൊരു മനസ്സാക്ഷി നമുക്കുണ്ട്. ആ നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് തെറ്റിയാൻ കഴിയത്തില്ല, ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഏറ്റെടുത്താൻ കഴിയും. നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് നമുക്ക് ഭാരമുണ്ടായിരിക്കും. നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ കൂട്ടു സൗകര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കും. നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും, അച്ചടക്കം ഉണ്ടായിരിക്കും. നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നോ എന്ന് പറയുന്നിടത്ത് നോ എന്നും ഏസ് എന്ന് പറയുന്നിടത്ത് ഏസ് എന്നും പറയാൻ നമുക്ക് കഴിയും. അയ്യോ സാരമില്ലയോ, നമ്മുടെ ആളില്ലയോ, സാരമില്ലയോ എന്ന് നമ്മൾ പറയത്തില്ല. ആ തെറ്റിനെ തെറ്റെന്നും വേദപുസ്തകം പറയുന്നത് പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിൽക്കണം. പ്രാണത്യാഗത്തോളം. ഞാൻ എപ്പോഴും ചോദിക്കും, ഒരു കൊതുക് നമ്മളെ കണ്ടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? നന്ദിയോടെ സ്തുതിക്കും. അതുപോലെ തന്നെ വേണം ഇങ്ങനെ പറയാം, മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിട്ട് മുൻപോട്ടുള്ള ഓട്ടം സ്ഥിരതയോടുകൂടി. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവഭയം സഭയിലേക്ക് വരുമ്പോൾ ഉണർവുണ്ടാവും. ഉണർവിന് വേണ്ടി ഒത്തിരി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. നല്ലൊരു മനസ്സാക്ഷി. അദ്ദേഹം എൻ്റെ കൂട്ടു സഹോദരനാണ്, അദ്ദേഹത്തിന്റെ നഗ്നത ഞാൻ പ്രദർശിപ്പിക്കാൻ എനിക്ക് അനുവാദമില്ല. 1000 വ്യാഖ്യാനങ്ങള് കുറ്റം പറയുന്നവർക്ക് എടുത്ത് പറയാൻ കഴിയും. ഞങ്ങളല്ലാതെ ആരാണ് അവരെ തെറ്റിദ്ധരുത്തേണ്ടത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് തെറ്റിദ്ധരുത്താൻ അവകാശമാണ്. എല്ലാവർക്കും പറയാം. അതിനൊരു ദൈവസ്നേഹമുണ്ട്, അതിനൊരു ബഹുമാനമുണ്ട്. എടാ പോടാ വാടാ എന്നൊക്കെയുള്ള വിളികളും ഞാൻ പറഞ്ഞില്ലേ, ദൈവഭയം നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പറയാം, ജഡത്തിൽ നീ വിതച്ചാൽ ജഡത്തിൽ നാശം പോയി, ആത്മാവിൽ നിത്യജീവൻ.